തറാവീഹ് നിസ്കാരത്തിലെ ഈ 2 റക്അത്തുകൾ, ആ റക്അത്തുകളിൽ നിസ്കരിക്കുന്ന സമയത്ത് അത്തഹിയ്യാത്തുവിന് ഇരിക്കേണ്ടത് എങ്ങനെ? അവിടെ തവർറുക്കിൻ്റെ ഇരുത്തം ഇരിക്കണം. തവർറുക്കിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വലത്തേക്കാല് നാട്ടിവെച്ച് ഇടത്തേക്കാല് വലതുഭാഗത്തുകൂടി പുറത്തു കൊണ്ടുപോയി ഭൂമിയിൽ നിലത്ത് ഇരിക്കുക. അതിനാണ് തവർറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത്. ഈ ഇരുത്തം സുന്നത്താണ്. എവിടെ? ഉടനെ സലാം വരുന്നുണ്ടെങ്കിൽ, സലാം വീട്ടൽ വരുന്നുണ്ടെങ്കിൽ. അതേസമയം എന്നാൽ ഒരാൾക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം, നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. അപ്പം അയാൾ ആ ഇരുത്തം ഇരിക്കരുത്. കാരണം എന്താ? അത്തഹിയ്യാത്ത് കഴിഞ്ഞ ഉടനെ പിന്നെ അവിടെ സലാം വരുന്നില്ലല്ലോ. അതുപോലെ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് മസ്ബൂക്കാണ്. ഇവനിക്ക് ഇനി 1 റക്അത്ത് നിസ്കരിക്കാൻ ബാക്കിയുണ്ട്. ഇമാമിനാണെങ്കിൽ അവസാനത്തെ അത്തഹിയ്യാത്തുമാണ്. അപ്പോൾ ഇമാമ് അവസാനത്തെ അത്തഹിയ്യാത്തു ആയതുകൊണ്ട് അദ്ദേഹം തവർറുക്കിൻ്റെ ഇരുത്തായിരിക്കും. ഇവനിക്ക് തവർറുക്കിൻ്റെ ഇരുത്തമല്ല അവിടെ സുന്നത്ത്, ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ്. കാരണം ഇവന് അത്തഹിയ്യാത്ത് കഴിഞ്ഞ ഉടനെ സലാം വീട്ടുകയല്ലോ. ഇമാമി സലാം വീട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഇവൻ സലാം വീട്ടുന്നില്ല, ഇവൻ എഴുന്നേറ്റ് നിന്നിട്ട് 1 റക്അത്ത് കൂടി നിസ്കരിക്കാനുണ്ട്. അപ്പോൾ അതൊരു പൊതു നിയമമാണ്. ആ നിയമം അവിടെ ഓർമ്മിച്ച് വെച്ചാൽ ഇതെല്ലാ സ്ഥലത്തേക്കും നമുക്ക് ബാധകമായി കിട്ടും. അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ട് ഉടനെ സലാം വീട്ടണം. ആ സലാം വീട്ടുന്ന നിലക്കുള്ള അത്തഹിയ്യാത്തു, അവസാനത്തെ അത്തഹിയ്യാത്തു ആണെങ്കിൽ അവിടെ ഇരിക്കേണ്ടത് തവർറുക്കിൻ്റെ ഇരുത്തമാണ്, ഇഫ്തിറാഷിൻ്റെ ഇരുത്തമല്ല. അപ്പോൾ തറാവീഹ് നിസ്കാരത്തിലെ 10 റക്അത്തിലും ഇരിക്കേണ്ടത് ഒടുവിലത്തെ അത്തഹിയ്യാത്തുവിന് ഇരിക്കുന്ന തവർറുക്കിൻ്റെ ഇരുത്തം തന്നെയാണ്. അതുപോലെ ഒരാൾ വിത്ർ നിസ്കരിക്കുകയാണ്, ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുന്നു, പിന്നെയാണ് 1 റക്അത്ത് നിസ്കരിക്കുന്നത്. അപ്പം അയാളും ഇരിക്കേണ്ടത് എന്ത് തന്നെ? തവർറുക്കിൻ്റെ ഇരുത്തമാണ്. കാരണം ഉടനെ സലാം വിട്ടുകയല്ലേ. അപ്പം ശേഷം ഉടനെ സലാം വിട്ടൽ വരുന്ന നിസ്കാരങ്ങളിൽ ഇരിക്കേണ്ടത് അവസാനത്തെ അത്തഹിയ്യാത്തുവിലെ തവർറുക്കിൻ്റെ ഇരുത്തമാണ്.